അനുദിനം യേശുവിനോടൊപ്പം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കർത്താവായ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം എന്താണെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശുവിനെ തിരഞ്ഞെടുത്ത് നാം അനുഗമിക്കുമ്പോൾ നാം കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെത്താൻ നിഷേധിക്കുക. തന്നെത്താൻ നിഷേധിക്കുക എന്നതിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുക എന്നതാണ്. പലപ്പോഴും നാം നമ്മുടെ ഇഷ്ടമാണ് തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ തീരുമാനങ്ങളാണ് നല്ലത് എന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ യഥാർത്ഥ യേശുവിൻ്റെ ശിഷ്യൻ ചോദിക്കേണ്ടത്, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്താണ് എന്നതാണ്. ഗെത്സമനയിൽ കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയാക്കാം. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ഹൃദയം. രണ്ടാമതായി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാൾതോറും ക്രൂശ് എടുക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് ഒരു ദിവസത്തെ തീരുമാനം മാത്രമല്ല, ഓരോ ദിവസവും യേശുവിനെ തിരഞ്ഞെടുക്കുന്ന ജീവിതമാണ് നാം നയിക്കേണ്ടത്. പ്രശ്നങ്ങൾ വരുമ്പോഴും നിരാശകൾ ഉണ്ടാകുമ്പോഴും നാം യേശുവിനെ വിട്ടുപോകാതെ യേശുവിനെ അനുഗമിക്കണം. ക്രൂശ് എന്നത് കഷ്ടതയെയും മരണത്തെയും കാണിക്കുന്നു. സ്വയത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുമുള്ള മനോഭാവം ദിനംതോറും പുതുക്കേണ്ടതാണ്. നമ്മുടെ സ്വയം അല്ലെങ്കിൽ സ്വാർത്ഥ ചിന്തകൾ മരണം അർഹിക്കുന്നതാണ്. ക്രിസ്തു നമ്മുടെ പൂർണ്ണ സമർപ്പണവും സേവനവും അർഹിക്കുന്നു. നാം നമ്മെ തന്നെ താഴ്ത്തി ക്രിസ്തുവിനെ ഉയർത്തുന്ന ജീവിതമാണ് നയിക്കേണ്ടത്. ക്രൂശ് എന്നതിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത് ത്യാഗങ്ങളും സഹനങ്ങളും വിശ്വസ്തതയും ഉള്ള ജീവിതമാണ് നാം നയിക്കേണ്ടത്. ചിലപ്പോൾ ക്ഷമിക്കേണ്ടി വരും, ചിലപ്പോൾ തെറ്റായ വഴിയേ ഇല്ല എന്ന് പറയേണ്ടി വരും. എല്ലാവരും പോകുന്ന വഴിക്ക് വിരുദ്ധമായി ദൈവവചനത്തിൽ തന്നെ നിൽക്കേണ്ടി വരും. ഇതാണ് അനുദിനം ക്രൂശെടുത്ത് അനുഗമിക്കുക എന്നതിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തു നമ്മുടെ മുൻപേ നടക്കുന്നു. എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു ഒരു ഭാരമേൽപ്പിച്ച് നമ്മെ ഒറ്റയ്ക്ക് വിടുന്നില്ല. യേശു തന്നെ നമ്മുടെ മുൻപിൽ നടക്കുന്നു. യേശുവിൻ്റെ പാതയിൽ നടക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല. ക്രിസ്തുവാണ് നമ്മുടെ വഴികാട്ടി, നമ്മുടെ ശക്തിയും നമ്മുടെ പ്രത്യാശയും. ലോകത്തിൻ്റെ ശബ്ദത്തേക്കാൾ യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കാം. നമ്മുടെ ഇഷ്ടത്തേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകാം. വിശ്വാസത്തിൻ്റെ വഴി എപ്പോഴും തിരഞ്ഞെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്ന മനോഭാവം മാറി ക്രിസ്തു വരുമ്പോഴാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തേക്കാൾ അങ്ങയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നാൾതോറും വിശ്വസ്തരായി ക്രൂശ് എടുത്ത് കർത്താവെ അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സകല മാനവും മഹത്വവും പുകഴ്ചയും
അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.